നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ സുനി, ഞങ്ങളെ ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സുനി, ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ കാർത്തി മോളുമായിട്ട് വഴക്കിട്ടോ? അതൊന്നും അല്ലമ്മേ, ഞാനിപ്പോ ഒരു പേക്കിനാവ് കണ്ടു. പേക്കിനാവോ? അതെ. അതൊന്നും സാരമില്ല മോളെ. നീ കുഞ്ഞിനെ കുറിച്ച് ഓരോന്ന് വിചാരിച്ചു കിടന്നു കാണും. അപ്പ കണ്ട വെറും ഒരു ദുസ്വപ്നം വന്നേ. അതൊന്നും കാര്യമാക്കണ്ട. എന്റെ മോള് വിഷമിക്കാതെ. അല്ലമ്മേ, എന്റെ കുഞ്ഞ് ഏതോ ഒരു ആപത്തിൽ പെട്ടെന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെ എന്റെ മനസ്സ് പറയാ. ഒന്നുമില്ല മോളെ, ഇങ്ങനെയൊന്നും നീ ചിന്തിച്ചു കൂട്ടല്ലേ. അല്ലമ്മേ, എനിക്ക് എന്റെ മോളെ രക്ഷിച്ചു തീരും. അവളില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ലമ്മേ. മോളെ, എന്റെ കുഞ്ഞിനെ ആ മൈതിലി കൊണ്ടുപോയപ്പോ മുതല് ഞാൻ ശ്വാസം മുട്ടി ജീവിക്കുക. ഏത് വിധത്തിലാണെങ്കിലും മൈതിലിയുടെ കയ്യിൽ നിന്ന് ഞാൻ എന്റെ കുഞ്ഞിനെ തിരിച്ചെടുക്കും. ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ. നമ്മുടെ കുഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ വരും മോളെ. നമ്മൾ അതിനെ വീണ്ടെടുക്കും, അതെന്നായാലും. ഇപ്പൊ എന്റെ മോള് പോയി കിടന്ന് എങ്ങനെയോ ഉറങ്ങാൻ നോക്ക്. ഇല്ലമ്മേ, എനിക്ക് ഉറക്കമില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ തിരക്കി പോവാ. ഈ രാത്രിയിലോ? അതെ, ഈ രാത്രി തന്നെ. നേരം വിളിക്കുന്നത് വരെ കാത്തിരുന്ന എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വന്നാലോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? രാത്രിയിൽ കുഞ്ഞിനെ തിരക്കി പോകുന്നു. ഞാൻ എങ്ങും വിടില്ല നിന്നെ. അമ്മ, നീ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. കുഞ്ഞിന് ഒരാപത്തും വരില്ല. ഇതൊക്കെ നിന്റെ മനസ്സിന്റെ തോന്നലുകളാ. ഇപ്പൊ അമ്മ പറയുന്നതൊന്ന് കേക്ക്. മോള് പോയി പ്രാർത്ഥിച്ചിട്ട് പോയി കിടന്നുറങ്ങ്. ഒന്നും വരില്ല. അമ്മയല്ലേ പറയുന്ന. എന്റെ മോള് ചെന്ന് കിടക്ക്. ഈശ്വരനൊന്നും വരത്തില്ല. ചെല്ല്. കാക്കുന്ന പരദേവതകളെ ഞങ്ങൾ എല്ലാവരും വല്ലാതെ തളർന്നിരിക്കുക. ദൈവം അനുഗ്രഹിച്ചു തന്ന ആ ഉടവാള് നഷ്ടപ്പെട്ടതോടെ ചെമ്പകമംഗലത്തിന്റെ ഐശ്വര്യം ചോർന്നുപോയി. എന്റെ പൊന്നു മകനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോ കൊച്ചുമകനെയും വിധി വേട്ടയാടുന്നു. ചെമ്പകമംഗലത്തിന്റെ അനന്തരാവകാശിയ കൊച്ചുമോൻ. അവനും കൂടി നഷ്ടപ്പെട്ട പിന്നെ ജീവനോട് ഉണ്ടാവില്ല ഈ രാജലക്ഷ്മി. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നിന്റെ മുന്നിൽ തന്നെ ജലപാനമില്ലാതെ ഞാൻ ജീവൻ വെടിയും. ഇത് സത്യം, സത്യം, സത്യം.
എന്ത് ചെയ്യും? ആകെ പെട്ടല്ലോ. അമ്മാര് തീർത്ത് കാണുമോ മൈഥിലിയെ? വധശിക്ഷ നടപ്പിലാക്കാമല്ലേ? താമസം വേണ്ട, നമുക്ക് പോകണ്ടല്ലേ? അന്ത്യാഭിലാഷങ്ങളൊന്നും നടപ്പാക്കാത്തതുകൊണ്ട് അവക്ക് പ്രാർത്ഥിക്കാൻ 2 മിനിറ്റ് സമയം കൊടുക്ക്. അത് ന്യായം. പ്രാർത്ഥിച്ചോടി. ചെയ്തു പോയ തെറ്റിനൊക്കെ ദൈവത്തോട് മാപ്പ് ചോദിച്ചോ. ഹലോ സുനി. ഞങ്ങളെ ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സുനി, ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഉം. പക്ഷേ ഞങ്ങൾ അവളെ കൊന്നു. ഇപ്പൊ എന്തായാലും സമയം കഴിഞ്ഞു പോയല്ലോ. ഹലോ സുനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.